ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഡോക്ടർ സുൽഫത്ത്. ഇപ്പോൾ നീറ്റ് UG എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും വന്ന്. അപ്പോൾ നിങ്ങളിൽ കുറേ പേർക്ക് അവർ എക്സ്പെക്ട് ചെയ്ത് നല്ല റാങ്കൊക്കെ കിട്ടിക്കാണും. എന്നാൽ കുറേ പേർക്ക് അവർ എക്സ്പെക്ട് ചെയ്ത് അത്ര നല്ല റാങ്ക് കിട്ടിക്കാണത്തില്ല. അതായത് അവർക്കൊരു MBBS സീറ്റിന് കിട്ടുമോ കിട്ടത്തില്ലെന്ന് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അതെന്താണെങ്കിലും കിട്ടത്തില്ല, ഈ വർഷം ഒന്നും കൂടി ട്രൈ ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ ഒന്നും കൂടി ട്രൈ ചെയ്താലൊന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ റാങ്ക് അവർ എക്സ്പെക്ട് ചെയ്ത അത്ര നല്ല റാങ്ക് കിട്ടാത്ത ആൾക്കാർക്കുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എന്താണെങ്കിലും കാണണം. നിങ്ങൾക്കൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ ഈ വീഡിയോ എന്താണെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓരോ വർഷം കൂടുന്തോറും നീറ്റ് എക്സാം കുറച്ച് ടഫായി വരുവാണ്. 2013 ഫസ്റ്റ് നീറ്റ് എക്സാം എഴുതിയ ഒരാളാണ് ഞാൻ. ആ വർഷമാണ് ഞാൻ MBBS കയറുന്നത്. ആ നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിട്ട് അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് ഏകദേശം 500-നടുത്തായിരുന്നു. അതായത് 495 മാർക്കാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് കേരള റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്കതിൽ 1600 കേരള റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 4000-നടുത്താണ് റാങ്ക് കിട്ടിയത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അതിനൊരു ഓൾ ഇന്ത്യയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ കേരളയാണ് ഓപ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ശ്രീനാരായണയിൽ പഠിച്ചത്. 2012 ഞാൻ ആദ്യമായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടൊരു എൻട്രൻസ് എക്സാം എഴുതുന്നത്, മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതി. പക്ഷെ ആ വർഷം ഞാൻ എക്സ്പെക്ട് ചെയ്ത നല്ല റാങ്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, അത് കേരളത്തിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരളയോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നൊരു റാങ്ക് എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഒരു വർഷം കൂടി ഇതിനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ 2012 ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല റാങ്ക് കിട്ടാതിരുന്നപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നീ ഇത്രയും പഠിച്ചു, നിനക്ക് +2 ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10th ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, നീ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു, പക്ഷെ എന്നിട്ട് നിനക്ക് കിട്ടിയില്ല, അപ്പോൾ ഇത് നിനക്ക് വിധിച്ചതല്ല, നീ വേറെ എന്തെങ്കിലും കോഴ്സിന് പോകുന്നതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാത്ത ആരാന്ന് വെച്ചാൽ അത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ കുഞ്ഞാത്തയും എൻ്റെ അനിയത്തി മാത്രമായിരിക്കും. ബാക്കി എല്ലാവരും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്, നീ നന്നായിട്ട് ട്രൈ ചെയ്തിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ. പക്ഷേ എനിക്ക് ഡോക്ടർ ആവുന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഒരു വർഷം കൂടി കഷ്ടപ്പെട്ട് വീണ്ടും പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടുകാരോട് സംസാരിക്കുന്നതും അങ്ങനെ അവർ കൺവിൻസ്ഡ് ആവുന്നതും ഞാൻ പിന്നെ റേസിലോട്ട് പോകുന്നതും. എൻ്റെ പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഡോക്ടർ തന്നെ ആവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, പക്ഷെ നിങ്ങൾക്ക് ഈ വർഷം എക്സാമിന് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എക്സാം നന്നായിട്ട് കൊടുക്കാൻ പറ്റിയില്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത റാങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആര് പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ എന്താണെങ്കിലും ഒരു വർഷം കൂടി നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് നിങ്ങൾ എന്താണെങ്കിലും MBBS സീറ്റ് മേടിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ, നന്നായിട്ട് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും ഈ സീറ്റ് കിട്ടുന്ന ഉറപ്പാണ്. ഇതൊരിക്കലും ഒരു കിട്ടാക്കനിയൊന്നുമല്ല. പിന്നെ എല്ലാ വർഷവും കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, അപ്പോൾ എക്സാംസ് ടഫാവും, അതൊക്കെ ഉണ്ട്. പക്ഷെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി, നമുക്ക് എന്തായാലും നല്ല റാങ്ക് കിട്ടും. അതായത് എനിക്കിതെങ്ങനെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചത് ഗവൺമെൻറ്റിന് പോലും വേണ്ടാത്ര ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതും മലയാളം മീഡിയത്തിൽ. ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ 10th മാർക്ക് ഉണ്ടായിരുന്നു, +2 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ 2012 ഫസ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത്, അതായത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചിലപ്പോൾ കിട്ടുമായിരിക്കുമെന്ന്. ബിക്കോസ് ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഫാമിലി ഇഷ്യൂസും അതെല്ലാം വന്ന് അതെല്ലാം മാറ്റി നിർത്തട്ടെ. എന്താണെങ്കിലും ആ തുടക്കത്തിൽ, അതായത് ജോയിൻ ചെയ്ത കുറച്ച് നാളുകളിലും കുറച്ച് 3-4 മാസം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു 1-2 മാസം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഒരു സാധാരണ വീട്ടിൽ നിന്ന്, പേരൻസ് ഒന്നും അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, വീട്ടിൽ വേറെ ആരും നമുക്കിത് പറഞ്ഞു തരാനില്ലാത്ത ഒരു സാധാരണ വീട്ടിൽ നിന്ന്, ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും മേടിച്ച് എനിക്കിവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും അതിന് കഴിയും. നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ല റാങ്ക് മേടിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. നിങ്ങൾക്ക് അതിന് പറ്റുകയും ചെയ്യും. നിങ്ങൾ നാളെ നല്ലൊരു ഡോക്ടറായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എനിക്കിത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള, അതായത് ഫാമിലിയിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ അച്ഛനും അമ്മയും ആയിരിക്കത്തില്ല, ബാക്കി കുറേ ആൾക്കാർ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും, നമ്മളൊരു വർഷം കളഞ്ഞില്ലേ, ഇനി വീണ്ടും പഠിക്കണം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരിക്കലും നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വർഷം കൂടി നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതണം. ഒരു വർഷം കൂടി കളഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം, ഓക്കെ ഇത് ഞാൻ 2 വർഷം എഴുതിയല്ലോ, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, അപ്പം ഇനി ഇതെനിക്ക് വേണ്ട, വേറെ എന്തെങ്കിലും കോഴ്സിനെ പറ്റി നമുക്ക് ആലോചിക്കാം. അതുവരെ
നന്നായിട്ട് ഇരുന്ന് പഠിച്ച് ഒരു വർഷം കൂടി നിങ്ങൾ നന്നായിട്ട് ഇതിന് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ കഥ പറയാം. 2012 ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആ വർഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബിക്കോസ് ഒരു വർഷം ഞാൻ കളഞ്ഞു, അതിനു വേണ്ടി ഇത്രയും പൈസ, ഇത്രയും കഷ്ടപ്പാട്. അത് എനിക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടായി. അങ്ങനെയൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് ഒരു തോട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയാലോ, അങ്ങനെ ഒരു വിചാരം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇതിനെപ്പറ്റി ഒന്ന് നന്നായിട്ടിരുന്ന് ആലോചിച്ച്, 2-3 ദിവസം നന്നായിട്ടിരുന്ന് ആലോചിച്ച്, എന്നിട്ട് ഞാൻ എൻ്റെ ഉപ്പയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന്. പക്ഷേ ഒട്ടും എൻ്റെ ഉപ്പയൊന്നും അത്രയും എഡ്യൂക്കേറ്റഡ് എന്നല്ല. പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അവരെൻ്റെ കൂടെ നിന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ റേസിൽ പോയി അന്വേഷിക്കുന്നതും ഞാൻ റേസിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ. ആ വർഷം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് തന്നെ പറയാം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് ആദ്യത്തെ വർഷം ഞാൻ എഴുതിയ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എനിക്ക് ഉണ്ടായതെന്ന് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി. എന്നിട്ട് അതിനെ ഞാൻ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ നോക്കി. അതായത് എൻ്റെ വീക്ക്നെസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എൻ്റെ വീക്ക്നെസ്സിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു. പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടി. പിന്നെയാണ് ഞാൻ 2013 കോളേജിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ, നമ്മുടെ വീട്ടുകാർ, ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, അവരൊക്കെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അവർ പറയും, നീ ഒരു വർഷം ഇതിനു വേണ്ടി നീ കളഞ്ഞില്ലേ, എന്നിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇനി ഇത് നിനക്ക് വിധിച്ചിട്ടുണ്ടാവില്ല, നീ വേറെ എന്തെങ്കിലും കോഴ്സിന് പോകുന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഒരു 72 വയസ്സ് വരെ ജീവിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത്, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഏജ് ഏകദേശം 18-19 വയസ്സായിരിക്കും. നിങ്ങൾ ഒരു വർഷം കൂടി കളഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു വർഷമേ പോകത്തുള്ളൂ. പക്ഷേ നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് MBBS ഡിഗ്രി കയ്യിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഡോക്ടറായിട്ട് തന്നെ ജീവിക്കാം ബാക്കിയുള്ള കാലം. അതായത് ഏകദേശം ഒരു 70 വയസ്സാണെങ്കിൽ ഒരു 25 വയസ്സാകുമ്പോൾ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് അത്രയും വർഷം നിങ്ങൾക്ക് ഡോക്ടറായിട്ട് നിൽക്കാം. ഇനി പകരം അങ്ങനെയല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയി നിങ്ങൾ ഒരിക്കലും പിന്നെ ഡോക്ടർ ആകത്തില്ല, MBBS ഡോക്ടർ ആകത്തില്ല. എന്നിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനെ പോയതാണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയർ ആയിട്ടാണ് പിന്നെ നിങ്ങൾ മരിക്കുന്നത് വരെ ജീവിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം, അത് നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് നികത്താൻ പറ്റത്തില്ല. ആ ആഗ്രഹം പിന്നെ ഒരിക്കലും അത് കിട്ടത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു വർഷം കൂടി കളയാൻ നിങ്ങൾ മടിക്കരുത്. ജീവിതത്തിൽ നിന്ന് ഒരു വർഷം പോയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കത്തില്ല. എനിക്ക് ഇത് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്. നിങ്ങളുടെ മക്കൾ പറയാണ് ഒരു വർഷം കൂടി ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സപ്പോർട്ട് ദം. അവരെന്താണെങ്കിലും നല്ല ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായിട്ട് അടുത്ത വർഷം അവർ MBBSന് കയറും. ഒരിക്കലും സെൽഫ് ഡൗട്ട് ചെയ്യരുത്. പിള്ളേരോടും അത് തന്നെയാണ് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ നീഡ് സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ എടുത്തിടാം. ബൈ.